ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ USS എക്സാം ഒക്കെ അടുത്ത് വരികയാണല്ലേ. അപ്പൊ നിങ്ങൾ ഓട്ട മത്സരം ഒക്കെ കണ്ടിട്ടില്ല? ഈ ഓട്ട മത്സരത്തിന്റെ അവസാന റൗണ്ട് ഒക്കെ എത്തുന്ന സമയത്ത് അതുവരെ എന്ത് ചെയ്യാണ്, മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരുന്ന ആളുകള് അവസാന റൗണ്ടിലേക്ക് എത്തുന്ന സമയത്ത് സർവ്വശക്തി എടുത്തിട്ട് ഒരു ഓട്ടം ഉണ്ട് അല്ലെ. അതുപോലെ നിങ്ങളും ഓടേണ്ട സമയം ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാലം മെല്ലെ മെല്ലെ ആയിരുന്നു നിങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സർവ്വ എനർജിയും എടുത്തിട്ട് ഈ അവസാന ലാപ്പിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. എല്ലാ എനർജി ഊർജ്ജം എടുത്തിട്ട് ഓടിക്കോളുക. നമ്മൾ അടിപൊളിയായിട്ട് USX എക്സാം ക്രാക്ക് ചെയ്യാൻ പോവായിരിക്കും അല്ലെ. ഓക്കെ, സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഇന്ത്യയുടെ ഭരണഘടനയെ സംബന്ധിച്ച് നമുക്കൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം, അഥവാ നമ്മൾ പരീക്ഷയ്ക്ക് ഷുവർ ആയിട്ടും പ്രതീക്ഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നും കുറച്ച് ചോദ്യങ്ങളും അതുപോലെ അനുബന്ധമായ കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒന്നുകൂടി വെൽക്കം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കാര്യങ്ങൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് തറോ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് അനിവാര്യമാണ്. മുക്കും മൂലയും ഒന്നും നിങ്ങൾ വിടാൻ പാടില്ല. ഈവൻ എല്ലാ പോയിന്റ്സും നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിരിക്കണം. ഇനി ഇത് ക്വസ്റ്റ്യൻ 1 മാർക്ക് അല്ലേ, അപ്പൊ ഈ പറയുന്ന 1 വേർഡ് മാത്രം ആൻസർ വരുന്ന രീതിയിൽ പഠിച്ചാൽ മതിയോ? പാടില്ല. നിങ്ങൾ പരീക്ഷയ്ക്ക് എങ്ങനെ പഠിച്ചോ ആ രീതിയിൽ തന്നെ പഠിക്കുകയും വേണം. അതിന് കൂടെ ഈ പറയുന്ന എക്സ്ട്രാ റീഡിങ്ങും കാര്യങ്ങളൊക്കെ അരിച്ചു പേർക്കി പഠിക്കുകയും വേണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ പറയുന്ന പരീക്ഷയ്ക്ക് പഠിച്ച പോലെയുള്ള അതേ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒക്കെ നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ പഠിക്കാത്ത ആളുകൾക്ക് അത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ എന്തായാലും എന്ത് ചെയ്യാണ്, വൈകിപ്പിക്കുന്നില്ല, കാര്യത്തിലേക്ക് പോവുകയാണ്. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യം തന്നെയാണ്. ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് ന്യൂസ് പേപ്പർ ഓഫ് യങ് ഇന്ത്യ? യങ് ഇന്ത്യയെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുള്ളൂ. അപ്പൊ ഈ യങ് ഇന്ത്യ, ഹരിജൻ എന്ന് പറയുന്ന 2 പത്രങ്ങളുണ്ട്, ന്യൂസ് പേപ്പർ ഉണ്ട്. ഇത് ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? ആരാണ് ഈ പറയുന്ന 2 ന്യൂസ് പേപ്പറുകൾ സ്ഥാപിച്ചത്? ആരാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് ബാലഗംഗാധര തിലകനെ തന്നിട്ടുണ്ട്, മഹാത്മാഗാന്ധിയെ തന്നിട്ടുണ്ട്, സുഭാഷ് ചന്ദ്രബോസിനെ തന്നിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റുവിനെ തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിൽ ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ആൻസർ ചെയ്തോളാം. യെസ്, അങ്ങനെയാണെങ്കിൽ വൈകിപ്പിക്കുന്നില്ല, ഞാൻ ആൻസറിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മഹാത്മാഗാന്ധിയുടെ 2 പത്രങ്ങളാണ് യങ് ഇന്ത്യയും ഹരിജനും. ഹരിജനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല, ഞാൻ എക്സ്ട്രാ ഇട്ടതാണ്, നിങ്ങൾ അതും അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ബാലഗംഗാധര തിലകിന്റെ ഒരു പത്രത്തിന്റെ ഒരു ന്യൂസ് പേപ്പറിന്റെ പേര് ഞാൻ പറഞ്ഞു തരാം. അതാണ് കേസരി. എന്താ മക്കളെ? കേസരി. എക്സ്ട്രാ ആയിട്ടുള്ള പോയിന്റുകളും വെറും ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ആ ഒരു ചോദ്യം വന്നാൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. റിലേറ്റഡ് ഫാക്ട് പറയുന്ന സമയത്ത് ഏത് രീതിയിൽ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, കൂടെ നിന്നോളാം. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അങ്ങനെ അടുത്തൊരു ഈ പറയുന്ന ചോദ്യം വന്നിട്ടുള്ളത് ഈ ഭാഗത്തു നിന്നാണോ? ടെക്സ്റ്റ് ബുക്കിന് നമ്മുടെ ചാപ്റ്ററിന്റെ ആദ്യത്തെ പേജ് തന്നെയുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 1885 എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ ചരിത്രപ്രധാനമായ ഒരു സംഭവം നടന്ന വർഷമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. എന്തുകൊണ്ട്? ഈ രീതിയിലുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, 1885 എന്താണ് നടന്നത്? എൻ്റെ ഒരുപാട് മക്കൾക്ക് അറിയാൻ കഴിയും അല്ലെ. അത് നിങ്ങളോട് ചോദിക്കുന്നത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണോ, 1ാം സ്വാതന്ത്ര്യ സമരമായിരുന്നോ, ബംഗാൾ വിഭജനം നടന്നതാണോ, പ്ലാസി യുദ്ധം നടന്നതാണോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതാണോ? മനസ്സിൽ ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ആൻസർ ചെയ്തോളാം. യെസ്, ഞാൻ വൈകിപ്പിക്കുന്നില്ല, ആൻസറിലേക്ക് പോവുകയാണ്. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷമാണ് 1885. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഓപ്ഷൻസിലുള്ള ഓരോ വർഷങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. യെസ്, 1ാം സ്വാതന്ത്ര്യ സമരം, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്നതാണ് 1857. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബംഗാൾ വിഭജനം നടന്ന വർഷം അത് 1905 ആണ്. ഓക്കെ, പ്ലാസി യുദ്ധം നടന്നതോ? പ്ലാസി യുദ്ധം നടന്നതാണ് 1757. ഈ 1757 പ്ലാസി യുദ്ധമാണെന്ന് പഠിക്കാം. യെസ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1857 1ാം സ്വാതന്ത്ര്യ സമരമാണെന്ന് പഠിച്ചിട്ട് 100 വർഷം കുറയ്ക്കുമ്പോൾ, 1ാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷത്തിൽ നിന്ന് 100 വർഷം കുറയ്ക്കുന്ന സമയത്ത് പ്ലാസി യുദ്ധം അങ്ങനെയാണ്, ആ വർഷമാണ് നടന്നതെന്ന് കിട്ടും. യെസ്, ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇൻ വിച്ച് ഇയർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ്? ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് ഏത് വർഷമാണെന്ന് ചോദിക്കുന്നു. നിങ്ങളോട് ചോദിക്കുകയാണ്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. 1946 ഡിസംബർ 9 ചോദിക്കുന്നു. 1949 ഡിസംബർ 9 ചോദിക്കുന്നു. 1949 ജനുവരി 26 1949 നവംബർ 26 സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. കൃത്യമായിട്ട് ചോദ്യം വായിച്ച് ഓപ്ഷൻസ് വായിച്ചതിന് ശേഷം മാത്രമേ മക്കൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ പെണ്ണ് എടുത്തിട്ട് ആൻസർ ചെയ്യാൻ പാടുള്ളൂ. യെസ്, കൃത്യമായി
കൃത്യമായിട്ട് വായിക്കാതെ ചാടിക്കാരി ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, മാർക്ക് പോയി. യെസ്, അങ്ങനെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. വായിച്ച് ഓപ്ഷൻസ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമേ മക്കള് ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന വർഷം ഏതാണ്? യെസ്, 1949 നവംബർ 26 ഈ ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത്. ഓക്കെ, അംഗീകരിച്ചിട്ട് ഒപ്പുവെച്ചത്. ശേഷം അംഗീകരിച്ച് ഒപ്പുവെച്ച 2 മാസത്തിന് ശേഷമാണ് ഭരണഘടന നിലവിൽ വരുന്നത്. അങ്ങനെ കിട്ടുക 1949 നവംബർ 26 ഒപ്പുവെച്ചു അല്ലെ. യെസ്, പിന്നീട് 2 മാസം അങ്ങനെ കണക്ട് ചെയ്യൂ. 2 മാസം കഴിയുന്ന സമയത്ത് ഡിസംബർ 26 അടുത്തതായിട്ട് ജനുവരി 26, കൊല്ലം മാറും അല്ലെ. 1950 ജനുവരി 26 എന്ത് നിലവിൽ വന്നു? ഭരണഘടന നിലവിൽ വന്നു. യെസ്, കണക്ട് ചെയ്ത് പഠിക്കുക, അടിപൊളിയായിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പദസൂര്യൻ പോലെ തന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ ഭാഗത്തു നിന്നും വരുന്ന ഒരു ചോദ്യമാണിത്. അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? നോക്കുക, ഇത്തരം ചോദ്യങ്ങൾ, പ്രസ്താവന ചോദ്യങ്ങൾ വരുന്ന സമയത്ത് എൻ്റെ മക്കൾ ആദ്യം തന്നെ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മളോട് കറക്റ്റ് ആയിട്ടുള്ളതാണോ ചോദിച്ചത്, നോട്ട് കറക്റ്റ് ആണോ ചോദിച്ചിട്ടുള്ളത്, ശരിയായ പ്രസ്താവനയാണോ ചോദിച്ചിട്ടുള്ളത്, അതോ ശരിയല്ലാത്തതാണോ ചോദിച്ചിട്ടുള്ളതെന്ന് ആദ്യം പോയിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ശരിയാണോ ശരിയല്ലാത്തതാണോ ഏതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. പിന്നീട് എന്ത് ചെയ്യുക? ഓപ്ഷൻസ് വായിക്കുക. അപ്പൊ ശരിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ശരിയായിട്ടുള്ള കാര്യമാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പറയുന്നു ദ ചെയർമാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണെന്ന് പറയുന്നു ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാണ് BR അംബേദ്കർ എന്ന് പറയുന്നു. ശരിയാണോ നമുക്കറിയില്ല അല്ലെ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആണ്, അധ്യക്ഷനാണ് BR അംബേദ്കർ എന്ന് പറയുന്നു. ഭരണഘടനാ ദിനം ജനുവരി 26 പറയുന്നു. മുകളിലുള്ള ഒന്നും ശരിയല്ല എന്ന് പറയുന്നു. ഇതിലേതാണ് ശരി? യെസ്, ഇവിടെ നിങ്ങൾ കൺഫ്യൂഷൻ വരാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ചോദ്യമായിട്ട് നൽകിയിട്ടുള്ളത്. ഭരണഘടന നിർമ്മാണ സഭയുടെ എന്ത് ചെയ്യാണ്? ചെയർമാൻ, അധ്യക്ഷൻ, ഭരണഘടനാ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. എന്നാൽ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് ആര്? BR അംബേദ്കർ എന്ന് പറയുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് നിങ്ങൾക്ക് തരുന്നു ഭരണഘടനാ ദിനം ജനുവരി 26 ജനുവരി 26 എന്ന് പറയുന്നത് നമ്മളെല്ലാം ആഘോഷിക്കുന്നുണ്ട്, റിപ്പബ്ലിക് ഡേ ആണ് അല്ലെ. അത് റിപ്പബ്ലിക് ഡേ ആണ്. ഭരണഘടനാ ദിനം എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ ചോദ്യത്തിൽ കണ്ടിട്ടുണ്ട് അല്ലെ. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ച ഡേറ്റ് ആണ് നവംബർ 26. അന്നാണ് ഭരണഘടനാ ദിനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നവംബർ 26 എന്ത്? ഭരണഘടനാ ദിനം എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടിക്കഴിഞ്ഞല്ലോ. യെസ്, B ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിന് തന്നെയാണ്. ഈ കാര്യം, ഈ പദസൂര്യനൊക്കെ കൃത്യമായിട്ട് പഠിച്ചോളുക, വളരെ കൃത്യമായിട്ട് എൻ്റെ മക്കള് പഠിച്ചോളുക. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ ശില്പി ആരാണ് അല്ലെ? ഭരണഘടനയുടെ ശില്പിയാണ് BR അംബേദ്കർ. അത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. യെസ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന പോക്സോ ആക്ട് അല്ലെ. അപ്പൊ ഈ പോക്സോ ആക്ടിൽ നിന്നും നിർബന്ധമായിട്ടും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. അപ്പൊ എന്താണ് ഈ പോക്സോ ആക്ട് എന്ന് പറയുന്നത്? അത് നിലവിൽ വന്ന വർഷം ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് നിലവിൽ വന്ന വർഷം? പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം പറഞ്ഞോളൂ. യെസ്, ഓക്കെ ആണ്. അതാണ് 2012 എന്ന് പറയുന്നത്. ഈ പോക്സോയുടെ ഫുൾ ഫോം ഒക്കെ അറിഞ്ഞിരിക്കണം. പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസസ്, ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണ്. അപ്പോൾ 2012 ഓക്കെ, അതുപോലെ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് വിദ്യാഭ്യാസത്തെ കുറിച്ച് അല്ലെ. അപ്പൊ വിദ്യാഭ്യാസം പണ്ട് കാലത്ത് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന ഭാഗത്തിൽ പെടുന്നില്ലായിരുന്നു, മൗലിക അവകാശങ്ങളിൽ പെടുന്നില്ലായിരുന്നു. എന്നാൽ വിദ്യാഭ്യാസത്തെ മൗലിക അവകാശങ്ങളിലേക്ക് പെടുത്തുകയാണ് ഏത് വർഷം? അതാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഇൻ വിച്ച് ഇയർ ഡിഡ് എഡ്യൂക്കേഷൻ ബിക്കം എ ഫണ്ടമെന്റൽ റൈറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ വിദ്യാഭ്യാസം അടിസ്ഥാന അവകാശമല്ല, മൗലിക അവകാശം കേട്ടോ. മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള വർഷം ഏതാണെന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 2002 അല്ലെ. അപ്പൊ 2 പോയിന്റ്സ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. എന്താണ് 2002 എന്ത് ചെയ്യാണ്? വിദ്യാഭ്യാസം ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റി, എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറ്റി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 10 വർഷം കഴിഞ്ഞ് 2012 എന്ത് സംഭവിച്ചു? അവിടെയാണ് നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് എന്ത്? പോക്സോ ആക്ട് വരുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. 2002 എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി, 2012 എന്താക്കി മക്കളെ? നമ്മുടെ പോക്സോ ആക്ട് നിലവിൽ വരുന്നു. ആ കാര്യങ്ങൾ പഠിച്ചിരിക്കുക. അതാ ടെക്സ്റ്റ് ബുക്കിലുള്ള കോളം തന്നെയാണ് മക്കളെ.
86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രകാരമാണ് എന്ത് ചെയ്തിട്ടുള്ളത് 2002 എന്ത് ചെയ്യാണ് എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റാൻ നോക്കിയത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത് 2009 ആഗസ്റ്റ് 4-ലാണ്. ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വാസ് എനാക്റ്റഡ് ഓൺ 4th ഓഗസ്റ്റ് 2009 എനാക്ട് ചെയ്തത്, നിലവിൽ വന്നത്. ഓക്കെ, അതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2009 ഓഗസ്റ്റ് 4-ലാണ്, അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതമായിട്ടുള്ള ആ വിദ്യാഭ്യാസം, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഭരണഘടനാ ഭേദഗതി ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കോളം തന്നെയാണ്, നിർബന്ധമായിട്ടും അവിടുന്ന് ചോദ്യങ്ങൾ വന്നിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങളോട് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഓരോന്നും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം നോക്കിയിട്ട് മാത്രമേ എക്സാമിന് പോകാൻ പാടുള്ളൂ. ഭേദഗതി അമെൻമെന്റ് എന്ന ഭാഗത്തു നിന്നും നിർബന്ധമായിട്ടും ചോദ്യങ്ങൾ വന്നിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, 2016 ചരക്കു സേവന നികുതി 101 ഭേദഗതി. അയ്യോ, ആൻസർ പറഞ്ഞു തോന്നില്ല. അപ്പൊ ജി എസ് ടി എന്ത് ചെയ്യാണ്, കേം ഇൻ ടു എഫക്ട് വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ കണ്ടു കഴിഞ്ഞില്ല ആൻസർ 101ാമത്തെ അമെൻമെന്റ് പ്രകാരമാണ് GST നിലവിൽ വരുന്നത് അല്ലെ. അപ്പൊ GST 101 ഫാൻസി നമ്പർ അല്ലടാ, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ GST 101. ഓക്കെ, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഈസ് നോൺ ആസ് ദ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. യെസ്, ഇന്ത്യയുടെ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണ്, അമെൻമെന്റ് ഏതാണ് എന്ന് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ ചെറു ഭരണഘടന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭേദഗതി വന്നു. ആ ഒരു ഭരണഘടനാ ഭേദഗതി അമെൻമെന്റ് പ്രകാരം ഒരുപാട് കാര്യങ്ങൾ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടി വന്നു. അപ്പൊ ഈ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നു. അത് ഏതാണ് ആ അമെൻമെന്റ് അറിയാമോ? യെസ്, മനസ്സിൽ ആൻസർ വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും 42ാമത്തെ അമെൻമെന്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ 42ാമത്തെ അമെൻമെന്റ് ആണ് ഇവിടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ തന്നിട്ടുണ്ട്. 42ാം ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം അവിടെ കൊടുത്തിട്ടുണ്ട്, സോഷ്യലിസം, സെക്യുലറിസം, അതുപോലെ ഇന്റഗ്രിറ്റി, അഖണ്ഡത എന്ന് തുടങ്ങിയ കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്നു. അതുപോലെ മറ്റു കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ വർഷവും കാര്യങ്ങളും ഒക്കെ എൻ്റെ മക്കൾ നിർബന്ധമായിട്ട് നോക്കിയിരിക്കണേ. ഓക്കെയാണ്, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു കാര്യം ഇവിടെ കാണിച്ചു തരാം. സെക്യുലർ കണ്ടോ, സെക്യുലറിസം, സോഷ്യലിസം, അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ കൊടുത്തിട്ടുണ്ട് മതേതരത്വം, അതുപോലെ തന്നെ ഇന്ത്യയാണ് അഖണ്ഡത. കണ്ടോ, ഈ വാക്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ ഭരണഘടനയുടെ ആദ്യ പേജിനെ നമ്മൾ പ്രിയാമ്പിൾ എന്ന് വിളിക്കുന്നു, അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവസാന ഭാഗത്തേക്ക് പോവുകയാണ്, ലേണിംഗ് വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പൊ നിങ്ങളോട് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തരുന്നു, ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ്. ഇതിനകത്ത് ഏതാണ് ചോദിച്ചത് നമ്മളോട്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് കണ്ടോ, കറക്റ്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചത്. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാണ്, കറക്റ്റ് ആണോ ചോദിച്ചത്, നോട്ട് കറക്റ്റ് ആണോ ചോദിച്ചത് എന്ന് മനസ്സിലാവണം അല്ലെ. അപ്പൊ ശരിയായതാണ് ചോദിച്ചത്, അപ്പൊ അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പൊ ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ 1ഉം 2ഉം ശരിയാണ്, 2ഉം 3ഉം ശരിയാണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഒരു ട്രിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്ന്. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ. യെസ്, നോക്കിക്കോളൂ. അപ്പൊ നമ്മളോട് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ആദ്യം തന്നെ വായിച്ചു നോക്കാം. അവർ കോർട്ട് വർക്ക് അണ്ടർ ഗവൺമെന്റ്. നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, നമ്മുടെ കോടതികൾ എന്ത് ചെയ്യാണ്, സർക്കാരിന്റെ അഥവാ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു. യെസ്, ശരിയായതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ചില അധികാരങ്ങൾ സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രം നൽകിയിട്ടുണ്ട്. നോക്കാലോ. സർട്ടൻ പവേഴ്സ് ആർ വെസ്റ്റഡ് എക്സ്ക്ലൂസീവ്ലി വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എവരിവൺ ഹൂ ടേൺസ് 18 ഹാസ് റൈറ്റ് ടു വോട്ട്. അപ്പൊ 18 വയസ്സിന് തികയുന്ന എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, വോട്ട് അവകാശമുണ്ട്. അതുപോലെ തന്നെ ആരും നമ്മളെ ഭരണാധികാരികളെ ആരും നിയന്ത്രിക്കണമെന്നില്ല. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ശരിയായിട്ടുള്ളതോ തെറ്റായിട്ടുള്ളതോ കാര്യങ്ങൾ അറിയെങ്കിൽ ആ ഒരു കാര്യം വെച്ചിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് അത് നോക്കിക്കോ. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളോട് പറയുന്നു അവർ കോർട്ട് വർക്ക് അണ്ടർ ഗവൺമെന്റ്. അപ്പോൾ എന്തായാലും ഈ കോർട്ട് ഗവൺമെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഗവൺമെന്റിന്റെ ആളുകൾ ഒരു കേസിൽ പെട്ടു, ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ഒരാൾ കേസ് പെട്ടു. അപ്പോൾ ഗവൺമെന്റിന്റെ അണ്ടറിലാണ് കോർട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ ഗവൺമെന്റിന്റെ ആളുകൾ പറയൂലേ അവനെ വെറുതെ വിട്ടേക്ക്. അപ്പോൾ എന്തായാലും കോർട്ടുകൾ ഗവൺമെന്റിന്റെ കീഴിലായിരിക്കില്ല. അപ്പോൾ അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് തെറ്റാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 1 and 2 ആർ കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം എന്ത് 1 കറക്റ്റ് അല്ല. യെസ്, 1 കറക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ അത് ആ ഓപ്ഷൻ അങ്ങ് വെട്ടിക്കളഞ്ഞു. അപ്പോൾ നിങ്ങൾ വേറെ ഓപ്ഷനിലേക്ക് നോക്കൂ. 1 and 4 കറക്റ്റ്, ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. 1 and 4 ആർ കറക്റ്റ്. അപ്പോൾ 1 ഓൾറെഡി കറക്റ്റ് അല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഓപ്ഷൻ ശരിയാവൂടാ? യെസ്, അല്ലല്ലേ. അപ്പോൾ 1 എന്തായാലും കറക്റ്റ് അല്ല. അപ്പോൾ അതും വെട്ടിക്കളയാം. പിന്നെ 2 എണ്ണ ഉള്ളത്.
യെസ്. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒന്നുകൂടി അറിയോ നോക്കാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ആൻസറിലേക്ക് വേഗം എത്താൻ പറ്റും. ഓക്കെ, നൺ ഓഫ് ദ അബവ് ഈസ് കറക്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം നമുക്ക് എന്തായാലും ആലോചിച്ച് അറിയാവുന്ന കാര്യങ്ങളല്ലേ? എവ്രി വൺ ഹൂ ടേൺസ് 18 ഹാസ് റൈറ്റ് ടു വോട്ട് അല്ലേ? അപ്പോൾ നമ്മുടെ 18 വയസ്സായ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വോട്ടവകാശം ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും എല്ലാം എന്താവില്ല, നൺ ഓഫ് ദ അബവ് ഈസ് കറക്റ്റ്, അതായത് ഒന്നും ശരിയല്ല എന്നാണ് പറയുന്നത്. മുകളിൽ തന്ന ഒന്നും ശരിയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തത് ശരിയാന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു ഓപ്ഷനും വരികയില്ല. അപ്പോൾ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു 2 and 3 ആണ് കറക്റ്റ്. ഈ രീതിയിൽ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇഫ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയില്ലെങ്കിൽ, ഇനി കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്ന ആളുകളാണെങ്കിൽ ആ രീതിയിൽ ചെയ്തുകൂടെ? യെസ്, അതാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു മെച്ചം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ കണ്ട് എൻ്റെ മക്കള് പേടിക്കാൻ പാടില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു? യെസ്, ഈ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ ഈ പറയുന്ന കോളങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് എൻ്റെ മക്കൾ വായിച്ചിരിക്കേണ്ടതുണ്ട്. എനിവേ, ഇത്രയും നേരം എൻ്റെ കൂടെ സഹകരിച്ച് എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാണ്? താങ്ക് യു. അപ്പോൾ അടുത്തൊരു ലേണിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് ആളുകളൊക്കെ നമ്മളെ ടീം എക്സാമിനർ ഫാമിലി വരുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ.